അൻവർ വലിയ തോതിലുള്ള ഒരു വോട്ട്, അൻവറിന്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത്, പ്രചരണം എന്ന് പറയുന്നത് തന്നെ സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ട്. അതോടൊപ്പം തന്നെ പിണറായിസത്തിനെതിരെ വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ അങ്ങനെ പ്രചരണം നടത്തിയിട്ടുള്ള PV അൻവറിന് ഇത്രയധികം വോട്ട് കിട്ടുമ്പോൾ സ്വാഭാവികമായും അത് ഭരണവിരുദ്ധ വികാരത്തിനുള്ള വോട്ട് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. UDF-ഉം വലിയൊരു മാർജിനിൽ UDF-നും അവിടെ വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് സ്വാഭാവികമായും അത്തരം പ്രശ്നങ്ങളെ എന്തെല്ലാം കാര്യങ്ങളാണ് എന്നുള്ളത് പരിശോധിക്കാതെ LDF-ന് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഇവിടെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ്. അവർ എഴുതി വച്ചിരിക്കുന്നത് പാണക്കാട്ടെ പട്ടാളം കുഞ്ഞാപ്പാന്റെ പിള്ളേർ പറഞ്ഞാൽ പറഞ്ഞതാണ് എന്നുള്ളതാണ് അവർ എഴുതി വെച്ചിട്ടുള്ളത്. അതെന്താ ഇങ്ങനെ എഴുതി വെച്ചത്? ലീഗുകാർ മാത്രമേ ഉള്ളൂ? അല്ലല്ല, ഇത് ലീഗുകാർ മാത്രമാണ്. പക്ഷെ UDF മുന്നണി പറഞ്ഞാൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി തന്നെ നമ്മൾ മത്സരിക്കും, വിജയിക്കും, അത് നേടിയെടുക്കും ചെയ്യും. അതായത് ലീഗിലെ ചില ആളുകൾ മാറി നിൽക്കുന്നൊക്കെയുള്ള പ്രചരണത്തിലുള്ള മറുപടിയാണോ? അല്ലല്ല, ലീഗ് ഈ ഇലക്ഷനെ ഒറ്റക്കെട്ടായി നേരിട്ടുള്ളതിന്റെ മറുപടിയാണ് അതുള്ളത്. തങ്ങളും UDF ഒറ്റക്കെട്ടായിട്ട് നിർത്തിയ സ്ഥാനം. പൊതുവെ CPM പറഞ്ഞിരുന്നത് ലീഗ് ആര്യാന്റെ ഷൗക്കത്ത് വന്ന ഇതിൽ നിൽക്കുന്ന പറഞ്ഞത് ഞങ്ങൾ കട്ടക്കാണ്, ഞങ്ങൾ ഒന്നും കൂടി മുന്നിലാണ് എന്ന് അറിയിച്ചുകൊണ്ട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പാണക്കാട്ടെ പട്ടാളം കുഞ്ഞാപ്പാന്റെ പിള്ളേർ. തീർച്ചയായിട്ടും ഞങ്ങൾ UDF മുന്നണി ഒറ്റക്കെട്ടാണ്. ഞങ്ങൾ അടുത്ത നിയമസഭ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റിന്റെ മുകളിൽ സീറ്റ് നേടാൻ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യും. അടുത്ത തവണ ഭരണത്തില് ഞങ്ങൾ UDF മുന്നണി അധികാരത്തിൽ വരും. തീർച്ചയായിട്ടും അതാണ്. അതായത് നേരത്തെ ലീഗിനെതിരെ LDF പറഞ്ഞിരുന്ന ഒരു പ്രചാരണം എന്ന് പറയുന്നത് ലീഗ് പ്രവർത്തകർ മാറി നിൽക്കും, ഷൗക്കത്തിനോട് എതിർപ്പുണ്ട്, മാറി നിൽക്കും. പക്ഷേ അങ്ങനെ മാറി നിൽക്കുകയല്ല, ഒരുമിച്ച് തന്നെ പ്രവർത്തിക്കും. അതുകൊണ്ടാണ് പാണക്കാട്ടെ പട്ടാളം കുഞ്ഞാപ്പാന്റെ പിള്ളേർ എന്ന് പറയുന്നത്. ഇവിടെ കുറെ വനിതാ പ്രവർത്തകരുണ്ട്, അവരും വലിയ ആവേശത്തിലാണ്. ചേച്ചി ഒന്ന് ചോദിച്ചോട്ടെ, വലിയ ആവേശത്തിലാണല്ലോ. പ്രതീക്ഷിച്ചിരുന്നോ ഇത്രയും ഭൂരിപക്ഷം? തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഇലക്ഷൻ കഴിഞ്ഞ് 19-ാം തീയതി വൈകുന്നേരം ഞങ്ങൾ ബൂത്തിന്റെ കണക്കെടുത്തപ്പോ ഞങ്ങൾ തീർച്ചയായിട്ടും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു 18-ന്റെയും 8-ന്റെയും 12-ന്റെയും ഇടയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആളുകളോട്. തീർച്ചയായിട്ടും അപ്പോ ജയത്തോടൊപ്പം വെച്ച പൈസ കൂടി കിട്ടും. തീർച്ചയായിട്ടും കിട്ടും, ഞങ്ങൾക്ക് കിട്ടും. ഇന്നലെ ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോ, ബാബുട്ടിയാക്കാന്റെ പാട്ട് സ്റ്റാറ്റസ് ഇട്ടപ്പോ എന്നോട് ചോദിച്ച സഖാക്കളുണ്ട് എത്ര ധൈര്യമുണ്ടെന്ന്. ഞങ്ങൾക്ക് തീർച്ചയായിട്ടും പിണറായി സത്തിന്റെ ഭരണത്തിനെതിരെ ഈ തിരിച്ചടി ഉണ്ടാവും. ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇപ്പം PV അൻവർ നല്ല വോട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ആഗ്രഹം PV അൻവർ UDF-ന്റെ ഒപ്പം വരണമെന്നുണ്ടോ? അതൊക്കെ നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്, ഞങ്ങളല്ല. അത് നേതൃത്വം തീരുമാനിക്കും ആര് വരണം ആര് പോകണം എന്നൊക്കെ. നേതൃത്വമാണ് അവര് പറയുന്നത് അനുസരിച്ച് പെരുമാറുന്ന പാർട്ടി ചിട്ടയുള്ള അച്ചടക്കമുള്ള പ്രവർത്തക നേതാവുമാണ് അല്ലെ? തീർച്ചയായിട്ടും. എന്താ പറയാനുള്ളത്? സന്തോഷം കൊണ്ട് ഞങ്ങൾക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഞങ്ങൾക്ക് 19-ാം തീയതി ഞങ്ങൾ പ്രതീക്ഷയാണ്. ഞങ്ങൾ എണ്ണി തിട്ടപ്പെട്ടി ഊതിക്കാച്ചി വെച്ചിരുന്ന പിണറായിയുടെ നട്ടലാണ് പോയി. ഇതിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ നോക്കണ്ടില്ലായിരുന്നു. പേടിയല്ല, പിണറായി ഇനിയില്ല, കേരളത്തിലില്ല പിണറായി, ഇനിയില്ല. നിലമ്പൂർ ഒരു തുടക്കം മാത്രമാണ്. കേരളം ഞങ്ങൾ തിരിച്ചു പിടിച്ചിരിക്കും. ഇതൊരു തുടക്കം മാത്രമേ ഉള്ളൂ. അതാണ്. അതായത് ഇവരെല്ലാം വലിയ ആവേശത്തിലാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. സർക്കാർ UDF-ന് സർക്കാർ വരും, തിരിച്ചു പിടിച്ചിരിക്കും, നഷ്ടപ്പെട്ട അധികാരം തിരിച്ചു പിടിക്കും എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും നമുക്ക് കാണാം, അല്പസമയത്തിനകം തന്നെ സ്ഥാനാർത്ഥി ഇവിടേക്ക് എത്തും. വോട്ടെണ്ണൽ കഴിഞ്ഞിട്ടുണ്ട്, ഇനി അതിന്റെ നടപടിക്രമങ്ങളാണ്. അതിനുവേണ്ടി സ്ഥാനാർത്ഥി ഇവിടേക്ക് എത്തും. അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഇവരെല്ലാം തന്നെ ഇവിടെ നിൽക്കുന്നത്. എന്തായാലും